കൈക്കൂലി കേസിൽ ഒരു മന്ത്രിക്കെതിരെ വിജിലൻസ് കേസെടുക്കുന്നത് ഇതാദ്യം. അഴിമതി നിരോധന നിയമത്തിലെ 7-ാം വകുപ്പ് അനുസരിച്ച് കെ.എം. മാണിക്കെതിരെ വിജിലൻസ് കേസെടുത്തതോടെ മന്ത്രി കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിക്കഴിഞ്ഞു. ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ കേസുകളിലാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പ്രതികളായതും നേരത്തെ ശിക്ഷ അനുഭവിച്ചതും. കെ.എം. മാണിയെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാനും അധികാരം നൽകുന്നതാണ് അഴിമതി നിരോധനത്തിലെ 7-ാം വകുപ്പ്. സംസ്ഥാന മന്ത്രിമാർക്കെതിരെ വിജിലൻസ് കേസ് ഇതാദ്യമല്ല. പാമോലിൻ, ഗ്രാഫൈറ്റ്, ഇടമലയാർ കേസുകളിലൊക്കെ ഉന്നത ഭരണകേന്ദ്രങ്ങൾ ആരോപണ വിധേയമായിട്ടുണ്ട്. എന്നാൽ കൈക്കൂലി കേസിൽ ഒരു മന്ത്രിക്കെതിരെ കേസെടുക്കുന്നത് അപൂർവമായി മാത്രമാണ്. ഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്നതായിരുന്നു ഇടമലയാർ കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കാൻ കോടതി കണ്ടെത്തിയ കാരണം. മറ്റു കേസുകളിലും ഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്നതായിരുന്നു വിജിലൻസിന്റെ ആക്ഷേപം. എന്നാൽ ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ വിജിലൻസ് പ്രഥമദൃഷ്ട്യാ കേസെടുത്തിരിക്കുന്നത് കൈക്കൂലി കുറ്റം ചുമത്തിയാണ്. അഴിമതി നിരോധന നിയമത്തിലെ 7-ാം വകുപ്പ് അനുസരിച്ചാണ് മാണിക്കെതിരെ കേസ്. കൂടാതെ സമാനമായ വകുപ്പായ 13(1)(d)യും മാണിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സാധാരണ വിജിലൻസ് കേസ് എന്ന നിലയിൽ മാണിക്കെതിരായ കേസിനെ കാണാൻ കഴിയില്ല. അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരെ വിജിലൻസ് കെണിയിൽപ്പെടുത്തുമ്പോൾ ചുമത്തുന്ന അതേ വകുപ്പാണ് കെ.എം. മാണിക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണ് പതിവ്. ഇവിടെ മാണിക്ക് ബാറുടമകൾ നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണം. പണം കെ.എം. മാണി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം. ഇതിന് വിശദമായ പരിശോധന ആവശ്യമാണ്. കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ ചോദ്യം ചെയ്യേണ്ടിയും വരും. ഈ കേസിൽ കെ.എം. മാണിയെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ്.പിക്ക് തീരുമാനമെടുക്കാം. ഇതുവരെ അന്വേഷണവുമായി സഹകരിക്കാതിരുന്ന ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഇനി മൊഴി നൽകാതെ തരമില്ല. ചുരുക്കത്തിൽ കെ.എം. മാണിക്കെതിരായ വിജിലൻസ് കേസ് സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിൽ ആരോപണ വിധേയരായ നിരവധി പേരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ വിജിലൻസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുമുണ്ട്. എസ്. വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി.